ദ ഡീപ് ഡൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ 20കളിലും 30കളിലുമുള്ളവർക്ക് വേണ്ടി നടത്തിയ ഒരു ഫിനാൻസ് മാസ്റ്റർ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ അയച്ചു തന്ന ചില നോട്ടുകളാണ് വിശദമായി നോക്കാൻ പോകുന്നത്. ഉം. സത്യം പറഞ്ഞാൽ ഇത് വായിച്ചപ്പോ എന്റെ മനസ്സിൽ ആദ്യം വന്നൊരു ചോദ്യമുണ്ട്. എന്തായിരുന്നു അത്? നമ്മൾ എന്തിനാണ് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പണത്തിനു വേണ്ടി ഓടുന്നത്? എപ്പോഴെങ്കിലും ഒന്ന് നിർത്തി ഒന്ന് വിശ്രമിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നല്ല ചോദ്യമാണ്. ഈ നോട്ടുകൾ പറയുന്നത് അതിന് കാരണം നമ്മുടെ ആർത്തി കൊണ്ടൊന്നുമല്ല, മറിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒളിച്ചിരിക്കുന്ന ഒരു കള്ളൻ കാരണമാണ് എന്നാണ്. വളരെ ശരിയായൊരു തുടക്കമാണത്. ആ കള്ളന്റെ പേരാണ് പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ? അതെ, നമുക്കതിനെ ഒരു നിശബ്ദ നികുതി എന്ന് വേണമെങ്കിൽ വിളിക്കാം. നിശബ്ദ നികുതി? നമ്മൾ അറിയാതെ ഓരോ ദിവസവും നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ വില കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി. സർക്കാർ കണക്കുകളൊക്കെ പറയും പണപ്പെരുപ്പം ഒരു 4% ഉള്ളൂ എന്ന്. പക്ഷെ നിങ്ങൾ അയച്ച ഈ നോട്ടുകളിലെ കണക്കുകൾ പറയുന്നത് അത് വേറെയാണല്ലേ? അതെ, കഴിഞ്ഞ 60 വർഷത്തെ ഇന്ത്യയിലെ ശരാശരി പണപ്പെരുപ്പം 7.5%. എന്നാൽ ശരിക്കും യാഥാർത്ഥ്യം അതിലും ഭീകരമാണ്. അതെ, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, കൃത്യം, വീട് പോലെയുള്ള വലിയ ചിലവുകൾ നോക്കിയാൽ ഈ നിരക്ക് ഒരു 10% മുതൽ 14% വരെയാണ്. ശരിയാണ്. അതായത് ഈ വർഷം 1 ലക്ഷം രൂപ ചിലവ് വരുന്ന ഒരു കോഴ്സിന് അടുത്ത വർഷം 1,10,000 രൂപയാകും. ആകും. ഇതിന്റെ കൂടെ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്നൊരു സംഭവം കൂടിയുണ്ട്. അതെന്താണ്? നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ചിലവുകളും കൂടും. ഒരു പുതിയ ഫോൺ, ഒരു പുതിയ കാർ. ശരി ശരി. കൃത്യം. അപ്പോൾ ഈ കള്ളൻ നമ്മുടെ സമ്പാദ്യത്തെ എങ്ങനെയാണ് കൊള്ളയടിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ നോട്ടുകളിൽ ഒരു ഗ്രെയിൻ കണക്കുണ്ട്. 1 കോടി രൂപയുടെ കണക്കല്ലേ? അതെ, നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപയുണ്ടെന്ന് സങ്കല്പിക്കുക. അത് ഏറ്റവും സുരക്ഷിതമായ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലിട്ടാൽ എന്ത് സംഭവിക്കും? പലിശ കിട്ടും. ബാങ്ക് ഒരു 3.5% പലിശ തരും. ഒറ്റ നോട്ടത്തിൽ കൊള്ളാമെന്ന് തോന്നും, പക്ഷെ നിൽക്കൂ. ഒരു മിനിറ്റ്, അവിടെയാണ് കളി മാറുന്നതല്ലേ? അതെ. ഈ കിട്ടിയ പലിശയ്ക്ക് നമ്മൾ ടാക്സ് കൊടുക്കണ്ടേ? തീർച്ചയായും. ഒരു 30% ടാക്സ് പോയെന്ന് വെക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ 8, ചിലപ്പോൾ 10% പണപ്പെരുപ്പവും കണക്കിലെടുക്കണം. അപ്പോ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കും? യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതാണ്. നിങ്ങളുടെ 1 കോടി രൂപയ്ക്ക് ഓരോ വർഷവും ഏകദേശം 5.55% നഷ്ടം വരും. നഷ്ടമോ? അതെ, നഷ്ടം. അതായത് പണം കൂടുന്നതിന് പകരം അതിന്റെ വാങ്ങൽ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സേവിങ്സ് അക്കൗണ്ട് ഒരു സേവിങ്സ് അക്കൗണ്ട് അല്ല, ഒരു ലൂസിംഗ് അക്കൗണ്ടാണ്. കൊള്ളാം. ഇനിയിപ്പോ FD-യിലിട്ടാലോ? 7.4% പലിശ കിട്ടിയാലും ടാക്സും പണപ്പെരുപ്പവും കഴിഞ്ഞാൽ അവിടെയും നഷ്ടം തന്നെ. അതെ, അവിടെയും വർഷം 3% നഷ്ടത്തിലാണ് ഓടുന്നത്. ഇത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും സേഫ് എന്ന് കരുതുന്ന സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ പണം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത്. അപ്പോ പിന്നെ എവിടെയാണ് പണം യഥാർത്ഥത്തിൽ വളരുന്നത്? ഈ പണപ്പെരുപ്പം എന്ന വില്ലനെ തോൽപ്പിക്കാൻ എവിടെയാണ് പണം കൊണ്ടുപോയി വെക്കേണ്ടത്? അതിനുള്ള ഉത്തരമാണ് ഈ നോട്ടുകളിലെ അടുത്ത ഭാഗം. ഇതേ 1 കോടി രൂപ ഓക്കെ, നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിച്ചെന്ന് കരുതുക. മ്യൂച്വൽ ഫണ്ടിൽ? അതെ. കഴിഞ്ഞ കാലങ്ങളിലെ പ്രകടനം വെച്ച് നോക്കിയാൽ ഒരു ശരാശരി 13.5% വളർച്ച പ്രതീക്ഷിക്കാം. കൊള്ളാം. അതിൽ നിന്ന് ദീർഘകാല നിക്ഷേപത്തിനുള്ള കുറഞ്ഞ നികുതിയും നമ്മുടെ വില്ലനായ പണപ്പെരുപ്പവും കുറച്ചാലും വർഷം ഏകദേശം 5.5% യഥാർത്ഥ നേട്ടം നമ്മുടെ കയ്യിൽ കിട്ടും. ആഹാ. ഇവിടെയാണ് വ്യത്യാസം. ഒരിടത്ത് പണം മൂല്യം കുറഞ്ഞു നശിക്കുന്നു, മറ്റൊരിടത്തത് പണപ്പെരുപ്പത്തെയും തോൽപ്പിച്ചു വളരുന്നു. അപ്പോ ശരി, ഓട്ടം നിർത്താൻ പറ്റാത്തതിന്റെ കാരണം ഇപ്പൊ വ്യക്തമായി. വെറുതെയിരിക്കുന്ന പണം സ്വയം നശിച്ചുകൊണ്ടിരിക്കും. അതിനെ വളർത്താൻ നമ്മൾ അറിഞ്ഞ് പ്രവർത്തിച്ചേ മതിയാകൂ. അതെ. അപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനും സമ്പത്ത് വളർത്താനും ഈ മാസ്റ്റർ ക്ലാസ്സിൽ ചില വഴികൾ പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. അതിലാദ്യത്തേത് വളരെ ലളിതമായി തോന്നാം: കൂടുതൽ പണം സമ്പാദിക്കുക. അതെ, വരുമാനം വർദ്ധിപ്പിക്കുക എന്നതല്ലെയാണ് ഒന്നാമത്തെ പടി. അതിന് ചില പ്രായോഗിക വഴികളും ഈ നോട്ടുകളിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണത്? 1. ജോലി ചെയ്യുന്ന സ്ഥലം മാറുക. ഉദാഹരണത്തിന് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്നത് ഒരുപക്ഷെ വരുമാനം 25% വരെ വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം. ഓക്കെ. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഗാധമായ അറിവ് നേടുക. ഒരു സ്പെഷ്യലിസ്റ്റ് ആവുക. കാരണം ലോകം എപ്പോഴും സ്പെഷ്യലിസ്റ്റുകൾക്ക് കൂടുതൽ പണം നൽകും. ഇതിലെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പോയിന്റുണ്ട്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സാമ്പത്തിക കാഴ്ചപ്പാടുകൾ. അതൊരു വലിയ ഘടകമാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്.
രണ്ടുപേരും പോയിരൻ ദിശയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ സാമ്പത്തിക വളർച്ച വളരെ വേഗത്തിലാകും. പക്ഷേ ഒരു സംശയം, വരുമാനം കൂട്ടിയാൽ മാത്രം മതിയോ? എത്ര കിട്ടിയാലും തികയാത്തൊരവസ്ഥ പലർക്കും ഉണ്ടാകാറുണ്ടല്ലോ. ഉണ്ട്. അവിടെയാണ് ചിലവ് കുറയ്ക്കുന്നതിന്റെ പ്രാധാന്യം വരുന്നത്. ഉം, നിങ്ങളുടെ നോട്ടുകളിൽ പറയുന്നൊരു കാര്യം ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ്. നമ്മുടെ പഴയ സ്കൂള്, കോളേജ് സുഹൃത്തുക്കളുമായി ഒരു അനാരോഗ്യകരമായ സാമ്പത്തിക മത്സരത്തിന് പോകരുത്. ഓ, അത് വലിയൊരു ട്രാപ്പാണ്. അതെ. അവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും വെക്കേഷൻ ഫോട്ടോകളും കണ്ട് അതുപോലെ ജീവിക്കാൻ ശ്രമിക്കുന്നത് നമ്മളെ കടക്കെണിയിലാക്കും. FOMO. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതെ. അതൊരു വലിയ സാമ്പത്തിക വില്ലനാണ്. അത് സത്യാണ്. എന്റെയൊക്കെ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോ ഒരു സുഹൃത്ത് വലിയൊരു റെസ്റ്റോറന്റിൽ നിന്ന് ഫോട്ടോ ഇട്ടത് കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും പോയി. ചിരിക്കുന്നു. എന്നിട്ടെന്തു പറ്റി? കൊണ്ട് തീർന്നത്. ആ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് ഞാൻ കൊടുത്ത വില വളരെ വലുതായിരുന്നു. അതൊരു നല്ല ഉദാഹരണമാണ്. അതുപോലെ അതിസമ്പന്നരുമായി നമ്മളെ താരതമ്യം ചെയ്യരുത്. ഉം, അവർക്ക് പണം വരുന്നത് അവരുടെ കോടികളുടെ നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന പലിശയിൽ നിന്നായിരിക്കാം. നമ്മൾ മാസശമ്പളവുമായി അതിനെ താരതമ്യം ചെയ്യുന്നത് അർത്ഥമില്ലാത്ത കാര്യമാണ്. ശരിയാണ്. അതോടൊപ്പം പേഴ്സണൽ ലോൺ എന്ന കെണിയിൽ പോയി ചാടരുതെന്നും ആവശ്യമില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കരുതെന്നും ഈ നോട്ടുകൾ അടിവരയിട്ട് പറയുന്നു. ആഹാ, അതിലൊരു കിടിലം വാചകമുണ്ട്. ഏതാണത്? വായ്പകൾ അതാവശ്യമില്ലാത്ത പണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കൃത്യം. ഒരു മിനിറ്റ്, അവിടെ എനിക്കൊരു സംശയം. ആവശ്യമില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് കുറച്ച് കടന്ന കൈയല്ലേ? അതെന്താ? ഒരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കാനും ഭാവിയിലൊരു വീടോ വണ്ടിയോ വാങ്ങാൻ ലോൺ കിട്ടാനുമൊക്കെ ക്രെഡിറ്റ് കാർഡ് അത്യാവശ്യമല്ലേ? നല്ല ചോദ്യം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഒരു വരുമാന മാർഗമായി കാണരുതെന്നാണ്. ഓക്കെ. കയ്യിലില്ലാത്ത പണം ചിലവഴിക്കാനുള്ളൊരു ലൈസൻസായി അതിനെ ഉപയോഗിക്കരുത്. ശരി. കൃത്യമായി തിരിച്ചടയ്ക്കാൻ പറ്റുമെങ്കിൽ ബില്ലുകൾ അടച്ച് ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അതിലെ മിനിമം ഡ്യൂ അടച്ച് കടം പെരുപ്പിക്കുന്ന ശീലമാണ് ഏറ്റവും അപകടം. ശരി, അപ്പോ കാര്യം വ്യക്തമായി. വരുമാനം കൂട്ടി ചെലവ് കുറച്ച് നമ്മൾ ആ പണപ്പെരുപ്പത്തിൽ നിന്നുള്ള ചോർച്ചയൊക്കെ അടച്ചു. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മൾ മുന്നോട്ടു പോകുന്നില്ല, മുങ്ങിപ്പോകാതെ നിൽക്കുന്നേയുള്ളൂ. അതെ, ബ്രേക്ക് ഈവണിൽ നിൽക്കുകയാണ്. ശരിക്കും മുന്നോട്ടു പോകണമെങ്കിൽ, സമ്പത്ത് വളർത്തണമെങ്കിൽ നിക്ഷേപം തടങ്ങണം. അവിടെയാണ് ഇക്വിറ്റിയുടെ റോള് വരുന്നത്, അല്ലേ? അതെ. പക്ഷേ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് എടുത്തുചാടും മുൻപ് ചില അടിസ്ഥാന നിയമങ്ങൾ പാലിക്കണം. എന്തൊക്കെയാണ്? അതിലേറ്റവും പ്രധാനം, അടുത്ത 10 വർഷത്തേക്ക് നിങ്ങൾക്കാവശ്യമില്ലാത്ത പണം മാത്രമേ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാവൂ എന്നതാണ്. 10 വർഷം? അതെ. കാരണം ഷോർട്ട് ടേമിൽ മാർക്കറ്റ് ഒരു റോളർ കോസ്റ്റർ പോലെയാണ്. എങ്ങോട്ട് വേണമെങ്കിലും പോകാം. പക്ഷെ ദീർഘകാലത്തിൽ, അതായത് 10 വർഷത്തിൽ കൂടുതൽ, അതിന്റെ ദിശ മിക്കവാറും മുകളിലേക്ക് തന്നെയാണ്. ഈ നോട്ടുകൾ അനുസരിച്ച് ഇക്വിറ്റിയിൽ വിജയിക്കുന്നത് പ്രധാനമായും 3 തരം ആളുകളാണെന്ന് പറയുന്നു. 1. ദീർഘകാല നിക്ഷേപകർ. 2. മാർക്കറ്റ് ഇടിയുമ്പോൾ പേടിച്ചു വിൽക്കാതെ കൂടുതൽ വാങ്ങാൻ ധൈര്യം കാണിക്കുന്നവർ. ശരിയാണ്. 3. മാർക്കറ്റ് എങ്ങോട്ടു പോകുന്നു എന്ന് നോക്കാതെ എല്ലാ മാസവും ഒരു നിശ്ചിത തുക SIP ചെയ്യുന്നവർ. അതെ. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം വാറൻ ബഫറ്റിന്റേതാണ്. ഒരിക്കലും പണം നഷ്ടപ്പെടുത്തരുത്. അതെന്താണ് കൃത്യമായി ഉദ്ദേശിക്കുന്നത്? അതിനർത്ഥം നിങ്ങളുടെ നിക്ഷേപം ഒരിക്കലും താഴോട്ടു പോകരുത് എന്നല്ല. അങ്ങനെ സംഭവിക്കാത്തൊരു നിക്ഷേപവുമില്ല. പിന്നെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അടിസ്ഥാനപരമായി ഒരു നിലവാരവുമില്ലാത്ത, നാളെ പൂട്ടിപ്പോകാൻ സാധ്യതയുള്ള കമ്പനികളിൽ കൊണ്ട് പണം കളയരുത് എന്നാണ്. അതായത് ഊഹാപോഹങ്ങൾ കേട്ട് ഏതെങ്കിലും പെന്നി സ്റ്റോക്കിൽ നിക്ഷേപിച്ച് കയ്യിലുള്ള പണം മുഴുവൻ കളയരുത്. ഓക്കെ. അതുപോലെ മാർക്കറ്റ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുമ്പോൾ, അതായത് ചായക്കടയിൽ പോലും ഓഹരി വിപണിയെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ, അതെ, ആ സമയത്ത് കയ്യിലുള്ള വലിയ തുക ഒന്നായി നിക്ഷേപിക്കുന്നത് ഒഴിവാക്കണം. ഈ നോട്ടുകളിലെ ഒരു വാചകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വിപണിയെ പ്രവചിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ പറയുന്നവരെല്ലാം കള്ളം പറയുകയാണ്. ശരിക്കും ഇത് നമ്മളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായും. ഇവിടെ പലരും ശ്രദ്ധിക്കാത്ത, പക്ഷെ നമ്മുടെ ലാഭം കാർന്നു തിന്നുന്ന മറ്റൊരു വില്ലനുണ്ട്. അതാരാണ്? എക്സ്പെൻസ് റേഷ്യോ. ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടുകളിലെ ഫണ്ട് മാനേജർമാർക്ക് നമ്മൾ കൊടുക്കുന്ന ഫീസാണിത്. 1%, 1.5% എന്നൊക്കെ കേൾക്കുമ്പോൾ ചെറുതായി തോന്നും. അതെ. പക്ഷേ ദീർഘകാലത്തിൽ ഇത് ഭീമമായൊരു തുകയായി മാറും. അതൊന്ന് വിശദമാക്കാമോ? 1% എന്നൊക്കെ പറഞ്ഞ അത്ര വലുതാണോ? വലുതാണ്. നിങ്ങളുടെ നോട്ടുകളിലെ കണക്ക് തന്നെ നോക്കാം.
1 കോടി രൂപയുടെ നിക്ഷേപത്തിൽ 5 വർഷം കൊണ്ട് 5 ലക്ഷത്തിലധികം രൂപ വരെ ഈ എക്സ്പെൻസ് റേഷ്യോ ആയി മാത്രം നമുക്ക് നഷ്ടപ്പെടാം. 5 ലക്ഷമോ? അതെ. ഒന്നോർത്തു നോക്കൂ, ആ 5 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അതൊരു കാറിന്റെ ഡൗൺ പേയ്മെന്റ് ആകുമായിരുന്നു. അല്ലെങ്കിൽ ഒരു ഉഗ്രൻ യൂറോപ്പ് ട്രിപ്പ് പോകാമായിരുന്നു. തീർച്ചയായും. ആ പണമാണ് ഫണ്ട് മാനേജ്മെന്റിന്റെ പേരിൽ നിശ്ശബ്ദമായി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. ഇതുകൊണ്ടാണ് തുടക്കക്കാർക്ക് വളരെ കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ഉള്ള നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടുകൾ നല്ലതാണെന്ന് പറയുന്നത്. ശരി. അപ്പോൾ വിപണിയെ പ്രവചിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ നിക്ഷേപിക്കാൻ പോകുന്നത് ഒരുപാട് വില കൂടിയ സമയത്താണോ അതോ വില കുറഞ്ഞ സമയത്താണോ എന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും വഴികളുണ്ടോ? ഒരു ഏകദേശ ധാരണ കിട്ടാൻ. അതിനും ചില സൂചകങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒന്നാണ് നിഫ്റ്റി 50യുടെ PE റേഷ്യോ. PE റേഷ്യോ, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ. അതെ. ഇത് വളരെ ലളിതമായി പറയാൻ ഞാനൊരു ഉദാഹരണം ഉപയോഗിക്കാം. നിങ്ങളൊരു മാവിൻ തൈ വാങ്ങാൻ പോകുന്നു എന്ന് കരുതുക. ഓക്കെ. അതിന്റെ വില നിശ്ചയിക്കുന്നത് ഈ വർഷം അതിൽ എത്ര മാങ്ങയുണ്ടായി എന്നതിനെ ആശ്രയിച്ചാണോ അതോ അടുത്ത 5 വർഷം കൊണ്ട് അതിൽ നിറയെ മാങ്ങകൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണോ? പ്രതീക്ഷയിലായിരിക്കും. PE റേഷ്യോ അതുപോലെയാണ്. കമ്പനികൾ ഇപ്പോഴുണ്ടാക്കുന്ന ലാഭത്തിന് നിക്ഷേപകർ എത്ര മടങ്ങ് വില നൽകാൻ തയ്യാറാണ് എന്നതിന്റെ അളവാണിത്. ഓക്കെ. അപ്പോൾ P കൂടുതലാണെങ്കിൽ ആളുകൾ ഭാവിയെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷ വെച്ച് കൂടുതൽ വില കൊടുക്കുന്നു എന്നാണോ? അതെ. സാധാരണയായി നിഫ്റ്റി 50യുടെ PE റേഷ്യോ 19-ന് താഴെയാണെങ്കിൽ വിപണിക്ക് വലിയ വിലയില്ല, വാങ്ങാൻ പറ്റിയ സമയമാണ് എന്ന് അനുമാനിക്കാം. എന്നാൽ ഇത് 22.5-ന് മുകളിലാണെങ്കിൽ വിപണിക്ക് വില കൂടുതലാണ്, ആളുകൾക്ക് പ്രതീക്ഷയും കൂടുതലാണ്. അപ്പോൾ വലിയ തുകകൾ നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ശരി. ഇതുകൂടാതെ മാധ്യമങ്ങളിലൊക്കെ ഓഹരി വിപണിയെക്കുറിച്ച് ഒരുപാട് നല്ല വാർത്തകൾ വരുമ്പോഴും ധാരാളം പുതിയ IPOകൾ വരുമ്പോഴും മാർക്കറ്റ് അതിന്റെ ഉയർന്ന നിലയിലായിരിക്കാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് എല്ലാവരും നഷ്ടത്തെക്കുറിച്ച് സംസാരിച്ച് ഭയന്നിരിക്കുമ്പോൾ നിക്ഷേപം നടത്താൻ പറ്റിയ സമയമായിരിക്കാം അത്. വാറൻ ബഫറ്റ് പറഞ്ഞതുപോലെ മറ്റുള്ളവർ അത്യാഗ്രഹികളാകുമ്പോൾ ഭയപ്പെടുക, മറ്റുള്ളവർ ഭയപ്പെടുമ്പോൾ അത്യാഗ്രഹിയാകുക. കൃത്യം. ആ തത്വം തന്നെ. ഇനി ഇക്വിറ്റി അല്ലാതെ മറ്റ് നിക്ഷേപങ്ങളെക്കുറിച്ചും ഈ നോട്ടുകളിൽ പറയുന്നുണ്ടല്ലോ. ഡെറ്റ് ഫണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ്. അതെ. എല്ലാ പണവും ഒരിടത്ത് മാത്രം വെക്കരുത്. ഹ്രസ്വകാല ലക്ഷ്യങ്ങൾക്ക്, അതായത് അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ആവശ്യമുള്ള പണം വയ്ക്കാൻ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ നല്ലൊരു ഓപ്ഷനാണ്. FDയേക്കാൾ നല്ലതാണോ? ബാങ്ക് FDയേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട റിട്ടേൺ കിട്ടും. എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കാം. നികുതി ആനുകൂല്യങ്ങളുമുണ്ട്. റിയൽ എസ്റ്റേറ്റിന്റെ കാര്യമോ? പല മലയാളികളുടെയും ഏറ്റവും വലിയ സ്വപ്നമാണല്ലോ ഒരു തുണ്ട് ഭൂമി അല്ലെങ്കിൽ ഒരു വീട്. റിയൽ എസ്റ്റേറ്റ് നല്ലൊരു നിക്ഷേപമാണ്. പക്ഷേ നിങ്ങൾ അയച്ച നോട്ടുകളിലെ ഒരു മുന്നറിയിപ്പ് വളരെ പ്രധാനമാണ്. എന്താണത്? വാങ്ങാൻ എളുപ്പമാണ്, വിൽക്കാൻ അത്ര എളുപ്പമല്ല. അത് ശരിയാണ്. ഒരു വീടോ സ്ഥലമോ വാങ്ങുമ്പോൾ നാളെ നമുക്കൊരു ആവശ്യം വന്നാൽ അത് പെട്ടെന്ന് വിട്ട് പണമാക്കാൻ പറ്റുന്ന ഒന്നാണോ എന്ന് ഉറപ്പാക്കണം. ഡിമാൻഡുള്ള ഒരു ഹോട്ട് പ്രോപ്പർട്ടി ആയിരിക്കണം. അതെ. ഒരു നല്ല റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിന് ഏകദേശം 3-4% വാടകയോ 8-9% വില വർധനവും. അതായത് മൊത്തം ഒരു 12% വാർഷിക വളർച്ച പ്രതീക്ഷിക്കാമെന്നും ഈ നോട്ടുകൾ പറയുന്നു. ശരി. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പണപ്പെരുപ്പം, വരുമാനം കൂട്ടുന്നത്, ചെലവ് കുറക്കുന്നത്, ഇക്വിറ്റി, ഡെറ്റ് ഫണ്ട്, റിയൽ എസ്റ്റേറ്റ്. ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ സാധാരണക്കാരനായ ഒരാൾക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടി എങ്ങനെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം? ശരിയാണ്. അതിനൊരു എളുപ്പവഴിയായി ഒരു ബക്കറ്റ് സ്ട്രാറ്റജി ഈ നോട്ടുകളിൽ പറയുന്നുണ്ട്. അതൊന്ന് ലളിതമായി പറഞ്ഞു തരാമോ? തീർച്ചയായും. ഇത് വളരെ പ്രായോഗികമായ ഒരു രീതിയാണ്. നമ്മുടെ കയ്യിലുള്ള പണത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് 3 ബക്കറ്റുകളായി മാറ്റിവെക്കുക. 3 ബക്കറ്റുകൾ. ഒന്നാമത്തെ ബക്കറ്റ് നമ്മുടെ അടിയന്തര ആവശ്യങ്ങൾക്കുള്ളതാണ്. എമർജൻസി ഫണ്ട്. അതെ. അടുത്ത 2 മുതൽ 4 മാസത്തെ ചിലവുകൾക്കുള്ള പണം ഇതിലുണ്ടാകണം. ഒരു ജോലി നഷ്ടപ്പെട്ടാലോ പെട്ടെന്നൊരു ചിലവ് വന്നാലോ ഉപയോഗിക്കാൻ. ഈ പണം എളുപ്പത്തിലെടുക്കാൻ പറ്റുന്ന സേവിങ്സ് അക്കൗണ്ടിലോ ഓട്ടോസ്വീപ്പ് FDയിലോ വെക്കാം. ഓക്കെ, അത് ക്ലിയറായി. ഇനി രണ്ടാമത്തെ ബക്കറ്റോ? രണ്ടാമത്തെ ബക്കറ്റ് നമ്മുടെ ഹ്രസ്വകാല ലക്ഷ്യങ്ങൾക്കുള്ളതാണ്. അതായത് 6 മാസം മുതൽ 3 വർഷം വരെയുള്ള ലക്ഷ്യങ്ങൾ. ഉദാഹരണത്തിന് ഒരു കാർ വാങ്ങാനുള്ള ഡൗൺ പേയ്മെന്റ്, അല്ലെങ്കിൽ ഒരു വെക്കേഷൻ പോകാനുള്ള പണം. ശരി. ഈ പണം വലിയ റിസ്ക് എടുക്കാൻ പറ്റില്ല, പക്ഷെ വെറുതെയിട്ട് മൂല്യം കുറയാനും പാടില്ല. അതുകൊണ്ട് ഇത് ബാങ്ക് FDകളിലോ ഷോർട്ട് ടേം ഡെറ്റ് ഫണ്ടുകളിലോ നിക്ഷേപിക്കാം. ശരി. അപ്പോൾ മൂന്നാമത്തെ ബക്കറ്റിലാണ്
യഥാർത്ഥ സമ്പത്ത് വളർത്താനുള്ള പണം വരുന്നത് അല്ലേ? അതെ. മൂന്നാമത്തെ ബക്കറ്റാണ് നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങൾക്കും സമ്പത്ത് കെട്ടിപ്പടുത്തുന്നതിനും വേണ്ടിയുള്ളത്. വെൽത്ത് ക്രിയേഷൻ. അതെ. ഈ ബക്കറ്റിലെ പണമാണ് നമ്മൾ ഇക്വിറ്റിയിലും റിയൽ എസ്റ്റേറ്റിലുമൊക്കെ നിക്ഷേപിക്കേണ്ടത്. അടുത്ത 10 വർഷത്തേക്ക് നമുക്ക് ഒരു തരത്തിലും ആവശ്യമില്ലാത്ത പണമായിരിക്കണം ഇത്. സമയം കൊടുക്കണം. കാരണം ഈ പണത്തിന് വളരാൻ നമ്മൾ സമയം കൊടുക്കണം. വളരെ വ്യക്തമായ ഒരു പ്ലാൻ. ഈ ബക്കറ്റുകൾ ഒരുക്കുന്നതിനൊപ്പം തന്നെ ഈ വീടിന്റെ അടിത്തറ പോലെ പ്രധാനപ്പെട്ട മറ്റു 2 കാര്യങ്ങൾ കൂടി ചെയ്യണമെന്ന് ഈ നോട്ടുകളിൽ അടിവരയിടുന്നുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന്, നിങ്ങളെ ആശ്രയിച്ച് കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ടേം ഇൻഷുറൻസ് നിർബന്ധമായും എടുക്കുക. വളരെ പ്രധാനം. 2, നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കുമായി ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഉറപ്പാക്കുക. അതെ. കാരണം ഒരൊറ്റ അസുഖം മതി നമ്മൾ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ഇല്ലാതാക്കാൻ. തികച്ചും ശരിയാണ്. ആ 2 കാര്യങ്ങളും ചെയ്യാതെ നിക്ഷേപത്തിന്റെ ലോകത്തേക്ക് കടക്കുന്നത് അടിത്തറയില്ലാതെ വീട് പണിയുന്നത് പോലെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്: പണപ്പെരുപ്പം എന്ന നിശബ്ദനായ ശത്രുവിനെ നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായും. അതിനെ തോൽപ്പിക്കണമെങ്കിൽ നിക്ഷേപം കൂടിയേ തീരൂ. അതിനായി വരുമാനം വർദ്ധിപ്പിക്കുക. സോഷ്യൽ മീഡിയയിലെ മത്സരമായി കണ്ട് അനാവശ്യമായി ചിലവഴിക്കാതെ ശ്രദ്ധിക്കുക. ദീർഘകാല ലക്ഷ്യത്തോടെ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുക. അതെ. എല്ലാറ്റിനുമുപരി നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളെ ഈ ബക്കറ്റ് സ്ട്രാറ്റജി ഉപയോഗിച്ച് കൃത്യമായി തരംതിരിച്ച് കൈകാര്യം ചെയ്യുക. അതെ. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ അയച്ച നോട്ടുകളിൽ നിന്ന് എന്റെ മനസ്സിലുടക്കിയ ഒരു അവസാന ചിന്ത കൂടി പങ്കുവെക്കട്ടെ. തീർച്ചയായും. 10 മുതൽ 40 വർഷം വരെയുള്ള ഒരു ദീർഘകാല ഇളവിൽ സംശയമില്ലാതെ ഇക്വിറ്റി തന്നെയാണ് ഏറ്റവും മികച്ച റിട്ടേൺ തരുന്ന നിക്ഷേപം. ശരിയാണ്. എന്നാൽ 1 മുതൽ 10 വർഷം വരെയുള്ള ഒരിടക്കാല ഇളവിൽ റിയൽ എസ്റ്റേറ്റും ഇക്വിറ്റിയും ഏകദേശം ഒപ്പത്തിനൊപ്പം പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ഈ നോട്ടുകൾ പറയുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റാണ്. ഇത് നമ്മളോടും നിങ്ങളോടും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണത്? നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായവും ജീവിതത്തിലെ ലക്ഷ്യങ്ങളും മുന്നോട്ടുള്ള സമയവും അനുസരിച്ച് ഈ നിക്ഷേപങ്ങളിൽ ഏതിനാണ് നിങ്ങളിപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്? നിങ്ങളുടെ വ്യക്തിപരമായ ടൈം ലൈൻ നിങ്ങളുടെ നിക്ഷേപതന്ത്രത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത്? ഇതിനെക്കുറിച്ച് തീർച്ചയായും ചിന്തിക്കുക.